SFI ക്രിമിനലുകൾ അഴിഞ്ഞാടിയതിന്റെ വിവരം. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു SFI സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. അവൻ യേശു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ലോ കോളേജ് ഹോസ്റ്റലിൽ രാത്രി മുഴുവൻ കട്ടിലിന്റെ കാലും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് ജാമ്യമില്ലാത്ത കേസിലെ പ്രതിയാണ്. ഈ ജില്ലയില് നട്ടലുള്ള ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ഈ ഷിയാസിനെ കൊണ്ടുപോയ പോലെ അവനെ കൊണ്ടുപോകാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ? അവനാണല്ലോ ബാരിക്കേഡിന്റെ പുറത്ത് കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ വേറൊരു ഈ ഡിവൈഎസ്പി പോലുള്ള ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് അവനെ താഴെ ഇറക്കി, മോനെ കുട്ട നീ വിഷമിക്കലടാ, വാട DP കേൾക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരു താരാട്ടുപാട്ടും പാടി അവനൊരു പാൽക്കുപ്പിയും കൂടി മേടിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ അവരോടിങ്ങനെ ഈ പരിപാടി ഉണ്ടല്ലോ, പരിപാടി അവസാനിക്കാറായി എന്നോർത്തോ. അധികം രാജഭക്തി കാണിക്കുന്നവർ ചെവിയിൽ നുള്ളി കാത്തിരുന്നു. ഒറ്റ ഒരെണ്ണത്തിന് ഞങ്ങൾ വെറുതെ വിടില്ല. നിയമപരമായി ചെയ്യാം. നിയമപരമായി എന്ത് ചെയ്താലും നിങ്ങളുടെ ജോലി ചെയ്താൽ ഞങ്ങൾ അതിനെ ബഹുമാനിക്കും, ഞങ്ങൾ അതിനെ സല്യൂട്ട് ചെയ്യും. നിയമവിരുദ്ധമായി ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ ജനപ്രതിനിധികൾ, എനിക്ക് മാത്യു കൊല്ലനാടൻ എൽദോസ് കുന്നപ്പള്ളിയും കൂടി ഇവിടെ ഇരിക്കാൻ പോണു എന്ന് എന്നോട് പറഞ്ഞപ്പോ തന്നെ അറിയാം മാത്യു കൊല്ലനാടൻ രാത്രി മുഴുമിപ്പിക്കില്ലെന്ന്. കാരണം മാത്യു കൊല്ലനാടനെ കൊണ്ടുപോകും എന്നെനിക്കൊരു സംശയമില്ലായിരുന്നു. കാരണം കൊല്ലനാടനെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘമുണ്ട്. അവരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെയൊക്കെ എടുത്തുവയ്പ്പുകാർ, പെട്ടിതൂക്കികൾ ആരൊക്കെ ഓരോ ജില്ലയിലും ഉണ്ട്, ഓരോ പോലീസ് ജില്ലയിലും ഉണ്ട്. അവരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരുടെ ലിസ്റ്റും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളൊന്നും നിയമം ലംഘിക്കാൻ പോകുന്നവരല്ല. എന്ത് കാരണത്തിന്റെ പുറത്താണ് ഇവർക്കെതിരെ കേസെടുത്തത്? ഇവരകത്തിരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം, ഇവര് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം, ആ പോലീസ് വാഹനം തല്ലിപ്പൊളിച്ചു എന്നതിന് പേരിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കും. ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലിട്ട മുഹമ്മദ് ഷിയാസ്, മാത്യു കൊല്ലനാടൻ, എൽദോസ് കുന്നപ്പള്ളി, ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ പണി നിർത്തി പോകുമെന്നാണോ നിങ്ങൾ കരുതിയത്? ആണോ? നിങ്ങൾ അതാണോ കരുതിയത്? നിങ്ങൾ തെറ്റിപ്പോയി. നിങ്ങളെ സത്യത്തിൽ പോലീസിനോട് നന്ദി പറയണം. ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരമായി മാറി.